ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. NTA UGC നെറ്റ് ജനറൽ പേപ്പറിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ പേപ്പറിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയാം. നമ്മൾ ജനറൽ പേപ്പറിൽ 10 മെയിൻ ടോപ്പിക്കുകളാണ് ഉള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, റീസണിങ്. ഈ റീസണിങ്ങിൽ മാത്സ് വരും. പിന്നെ ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT, പിന്നെ പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഗവർണൻസ്, പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ 10 യൂണിറ്റുകളാണ് പേപ്പർ 1-ലുള്ളത്. ഈ 10 യൂണിറ്റിൽ നിന്ന് ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യം വീതം ചോദിക്കും. അങ്ങനെ ടോട്ടൽ 50 ചോദ്യങ്ങൾ. ഓക്കെ, 10 യൂണിറ്റിൽ നിന്ന് ഓരോന്നിലും 5 വീതം, അങ്ങനെ ടോട്ടൽ 50 ചോദ്യങ്ങൾ. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. അപ്പോൾ 50 ചോദ്യങ്ങൾക്ക് 100 മാർക്ക്. ഇതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഇത് കോമൺ ആണ് എല്ലാവർക്കും. ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ കുറച്ച് ഭാഗങ്ങളാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നെറ്റ് എക്സാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാം ആണെങ്കിലും നമ്മൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ നല്ല സിമ്പിളാണ്. സിമ്പിളായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പഠിക്കുന്ന രീതി, മനസ്സിലാക്കുന്ന രീതി കുറച്ചും കൂടി ലൈറ്റായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് കടക്കാം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കുക എന്നുള്ളത്. എന്താണ് ടീച്ചിങ്? ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. പഠിക്കുകയും പഠിപ്പിച്ച് കൊടുക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക, ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചി. ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അഭിരുചിയാണ്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവണ്ടേ? അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. പഠിപ്പിക്കാനുള്ള അഭിരുചി, അധ്യാപന അഭിരുചി എന്നും ഇതിനെ പറയും. ടീച്ചിങ് 2 തരത്തിലുണ്ട്. ഇൻഫോർമൽ ടീച്ചിങ്ങും ഉണ്ട്, ഫോർമൽ ടീച്ചിങ്ങും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പറഞ്ഞു തരുന്നു, സമൂഹം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു. ഇതൊക്കെയും ഇൻഫോർമലാണ്. ഇനി ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിംഗ് ആയിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്ന ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ളൊരു സിലബസും പേപ്പേഴ്സും ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് ഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഈ ടീച്ചിങ് എന്നുള്ള വാക്കിലേക്ക് കിടക്കാം. നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരാൾ വേണ്ടേ? അതായത് ഇൻസ്ട്രക്ട് സംവൺ, മറ്റൊരാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക. അപ്പോൾ ടീച്ചിങ്ങിൽ എന്തുണ്ട്? ഒരു സെൻറ്ററും ഉണ്ട്, റിസീവറും ഉണ്ട്. ഇൻസ്ട്രക്ട് സംവൺ. ഇനി എന്തു പഠിപ്പിക്കും? ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെറുതെ എന്തെങ്കിലും ആയാൽ പോരല്ലോ. അതിലെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാവണം. ഇംപാർട്ട് നോളജ്. ഇപ്പോൾ ടീച്ചിങ്ങിൽ എന്തൊക്കെ വരും? ഇംപാർട്ട് നോളജും വരും, അല്ലെങ്കിൽ ഒരു സെൻറ്റർ റിസീവർ റോളും വരും. അപ്പോൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. ടീച്ചിങ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഫോർമൽ ടീച്ചിങ്ങും ഉണ്ട്, ഇൻഫോർമൽ ടീച്ചിങ്ങും ഉണ്ട്. ഇനി ഈ ടീച്ചിങ്ങിൽ തന്നെ നമ്മളൊരു നോളേജാണ് മറ്റൊരാൾക്ക് നൽകുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് നോളേജ് നൽകുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപന അഭിരുചിയിൽ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രമാത്രമാണ്. ഇനി ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, നേച്ചർ ഓഫ് ടീച്ചിങ്, അങ്ങനെ ഒരു വിഷയത്തിനെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് നോക്കാം. ഞാനൊരു അധ്യാപികയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് NTA UGC നെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്യണം. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ആണ്. ഈ ക്ലാസ് നൽകുന്നതിലൂടെ എനിക്കെന്താണോ അക്കംപ്ലിഷ് ചെയ്യേണ്ടത് ആ കാര്യം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു
കാര്യമാണ്. അപ്പോൾ ടീച്ചിങ് ഒബ്ജക്റ്റീവ് എപ്പോഴും എന്തായിരിക്കും, ഒരു സ്പെസിഫിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗോൾ ബൗണ്ട് ആയിരിക്കും. ഇനി എൻ്റെ ഒബ്ജക്റ്റീവ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ കുട്ടികളും ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നതാണെങ്കിൽ തന്നെ ഇതിലൂടെ ഞാൻ എന്താണ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും തന്നെ PG കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ PG പഠിക്കുന്ന കുട്ടികളായിരിക്കും. നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചൊരു ക്യാരക്ടർ ഫോർമേഷനൊന്നും ഞാൻ നൽകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകളിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ NTA UGC നെറ്റിൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്കൊരു ക്യാരക്ടർ ഫോർമേഷൻ ഞാൻ നൽകേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ അധ്യാപകരായെന്ന് വിചാരിക്കുക. നിങ്ങൾ സെറ്റും നെറ്റും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പല തരത്തിലുള്ള കുട്ടികളുണ്ട്. പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുണ്ട്, പല IQ ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള കുട്ടികളെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവനവനായിട്ട് സ്വന്തം വിചാരിക്കുമല്ലോ, ഞാൻ ടീച്ചറായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു അധ്യാപകരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? ഒന്നാമത്തെ കാര്യം നോളജ് നൽകുക എന്നുള്ളത് തന്നെയാണ്. പ്രൊവൈഡ് നോളജ്. അത് വെറും പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണോ? അല്ല. അധ്യാപകർ അറിവിൻ്റെ വാതായനം തുറക്കുന്ന ആൾക്കാരാണ്. അത് വെറും ബുക്കിഷ് അല്ല. പുറമേയുള്ള ലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരു അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കും. അപ്പോൾ പ്രൊവൈഡ് നോളജ് എന്നുള്ളത് ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള കുട്ടികളായിരിക്കും ക്ലാസ്സിൽ വരിക. അപ്പോൾ പല കുട്ടികളെയും തെറി വിളിക്കുന്ന കുട്ടികളുണ്ടാവും, ടീച്ചേഴ്സിനോട് മോശമായിട്ട് പെരുമാറുന്ന കുട്ടികളുണ്ടാവും, ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാത്ത കുട്ടികളുണ്ടാവും, പഠിക്കാനേ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിവിധ കുട്ടികളുണ്ടാകുമ്പോൾ ഒരു അധ്യാപകൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്താ ചെയ്യേണ്ടത്? ആ കുട്ടികളുടെ സ്വഭാവത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിനെന്താ പറയുക? ടു ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിള്ളമാരുടെ അലമ്പ് സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നല്ല വഴിക്ക് നടത്തുക. ഇത് അധ്യാപകൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തു, കുട്ടികളുടെ സ്വഭാവം നല്ല രീതിയിൽ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുക, കുട്ടികളെ ഒരു ബെറ്റർ സിറ്റിസൺ ആവാൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ടീച്ചേഴ്സ് ആർ ദ മോൾഡേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ കുട്ടികളെ ഒരു നല്ലൊരു സിറ്റിസൺ ആക്കി വളർത്തിയെടുക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും? ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഒരു ടീച്ചിങ് ഒബ്ജക്റ്റീവാണ്. ഇനി കുറച്ചും കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ലേറ്റായിട്ട് വരുന്ന കുട്ടികളെ എപ്പോഴും ക്ലാസ്സിലേക്ക് കയറ്റുമോ? ഇല്ല. ലേറ്റായിട്ട് വരുമ്പോൾ കുട്ടികളോടൊന്ന് പറയും, കൃത്യസമയത്ത് സ്കൂളിലേക്ക് എത്തണം. അപ്പോൾ കുട്ടികളെ പങ്ക്ച്വലാക്കാൻ, കുട്ടികൾക്ക് പങ്ക്ച്വാലിറ്റി എന്നുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ്. അപ്പോൾ ഒരു അധ്യാപനത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് എന്ത് വരും? പങ്ക്ച്വാലിറ്റി വരും. ഇനി കുട്ടികൾ നല്ല നല്ല വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുക, മോറൽ വാല്യൂസ് വളർത്തിയെടുക്കുക. പിന്നെ ഡിസിപ്ലിൻ വേണ്ട എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. കുട്ടികളുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാവാൻ വേണ്ടി സഹായിക്കുക. പിന്നെ കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഒരു ബിലീഫ് ഫോർമേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുക. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാണ്? ഒരു ടീച്ചർ ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ആലോചിക്കുന്തോറും പല പല ഒബ്ജക്റ്റീവ്സും മനസ്സിലേക്ക് വരും. അങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ക്ലാസ് റൂമിൽ നിൽക്കുന്നു, നിങ്ങൾ അധ്യാപകരാണ്, നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ കാര്യം എന്താണ്? പ്രൊവൈഡ് നോളജ്. പിന്നെയോ ഇൻകൾക്കേറ്റ് മോറൽ വാല്യൂസ്, പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, കമ്മ്യൂണൽ യൂണിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഒരു ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ടു ബ്രിങ് ഡിസൈർഡ് ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ്. പിന്നെയോ ബിലീഫ് ഫോർമേഷൻ, ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ടു ബി ബെറ്റർ സിറ്റിസൺസ്, ഇംപ്രൂവ് ലേണിംഗ് സ്കിൽസ്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? പ്രൊവൈഡ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഇത്രയാണ്
ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളെ എളുപ്പത്തിലേക്ക് എത്തിക്കുന്നൊരു വഴി, ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ടീച്ചർ ഒരു വലിയ സംഭവമാണ് നിങ്ങളങ്ങ് വിചാരിക്കണം. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. എല്ലാ അധ്യാപകരും വളരെ ശുദ്ധന്മാരും നല്ലവരുമാണോ? ഒരിക്കലും അല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഒരു അധ്യാപകനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ അധ്യാപകരെല്ലാം നല്ലവരാണോ? ഒരിക്കലും അല്ല. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് അധ്യാപകർ വൻ സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി. അധ്യാപകൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അധ്യാപകൻ നല്ല കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ, അധ്യാപകൻ കുട്ടിയുടെ നല്ല സ്വഭാവങ്ങൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. അല്ലാണ്ട് കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന അധ്യാപകരുണ്ട്. അങ്ങനെയുള്ള പല കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുമ്പോൾ അധ്യാപകൻ ആർക്ക് തുല്യമാണ്? ദൈവത്തിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ മനസ്സിരുത്തിയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് വന്ന ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഫീൽഡിൽ ഫുൾ മാർക്കും വാങ്ങിക്കാൻ പറ്റും. ആ ദൈവമായിട്ടുള്ള അധ്യാപകർ നിങ്ങളാണെന്നും കൂടി കരുതണം. നിങ്ങൾ എന്ത് ചെയ്യില്ല? തെറ്റ് ചെയ്യില്ല. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കാനുള്ള ചില പൊടിക്കൈകൾ. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് നോക്കാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരും, അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ഈ ഒബ്ജക്റ്റീവും ക്യാരക്ടറിസ്റ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊരു ഡോക്ടറിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഡോക്ടറുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, ഒരു ഡോക്ടർ എന്നുള്ള വ്യക്തി 5 വർഷത്തെ MBBS പിന്നെ MD ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് വെള്ളക്കോട്ടൊക്കെ ഇട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ടുള്ള, ഓരോ അസുഖത്തിനും അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് മരുന്ന് മാത്രം കൊടുത്തിട്ട് വലിയ വലിയ അസുഖങ്ങൾക്ക് സർജറി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ഡോക്ടറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഡോക്ടറുടെ ഒബ്ജക്റ്റീവ് എന്താണ്? തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ രോഗികളുടെയും രോഗശമനമാണ് ഒരു ഡോക്ടറുടെ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു പ്രൊഫഷനിലുള്ള വ്യക്തി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സും, അതേ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്യും എന്നത് ഒബ്ജക്റ്റീവുമാണ്. ഇനി നമുക്ക് ടീച്ചിങ് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ടീച്ചിങ് ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ഇത് BEdലൊക്കെ ആദ്യം പഠിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. എന്തുകൊണ്ടാണ് ടീച്ചിങ് ഒരു സയൻസും ആർട്ടും ആണെന്ന് പറയുന്നത്? സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫാക്ട് ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടും ഒരു പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഒരു വ്യക്തി പഠിപ്പിക്കുന്നത്. ഒരു കെമിസ്ട്രി അധ്യാപകൻ ചെറിയ ക്ലാസ്സിൽ കുട്ടികളുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് പോയിട്ട് E=mc² എന്നൊന്നും പറയില്ലല്ലോ. ഇല്ല. വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴാണ് വലിയ വലിയ ഇക്വേഷൻസും ഫോർമുലാസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചെറിയ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ മൂലകം, ആറ്റം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടേംസൊക്കെ പഠിപ്പിക്കും. വലിയ വലിയ ക്ലാസ്സിൽ പോകുമ്പോഴാണ് വലിയ വലിയ ഇക്വേഷൻസ് നൽകുന്നത്. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക്കാണ്. സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കണം, ഫാക്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾക്ക് ഒരു അധ്യാപകന് അറിയാം. അതുകൊണ്ട് തന്നെ അത് സിസ്റ്റമാറ്റിക്കാണ്. അധ്യാപനം അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒരു പ്രോസസ്സാണ്. സോ ടീച്ചിങ് ഈസ് സയൻസ്. ഇനി ടീച്ചിങ് ആർട്ടാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആർട്ടാവുന്നത്? നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ വെറുതെ അങ്ങ് പുസ്തകം നോക്കി വായിച്ചു കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ കഥകളിലൂടെയും ഡ്രാമകളിലൂടെയൊക്കെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ, എൻ്റേതായിട്ടുള്ള ശൈലിയിലാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ
ടീച്ചിങ് എന്നുള്ള ഒരു മേഖലയിൽ ഓരോ വ്യക്തിയുടെയും ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്. സോ ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിനായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചിങ് ഈസ് സയൻസ്, ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. ദെൻ ടീച്ചിങ് ഈസ് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള, ലോജിക്കലായിട്ടുള്ളതും റീസണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള പാഠപുസ്തകത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടെന്ന് കരുതുക. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ കുട്ടികൾക്ക് അതേപോലെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അല്ല, അത് തെറ്റാണെന്ന് നമ്മൾ തിരിച്ച് അറിയുകയും അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ലോജിക്കലി അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതിലും ഇൻവോൾവ് ആവുന്നുണ്ട്, ടീച്ചിങ്ങിലും ഇൻവോൾവ് ആവുന്നുണ്ട്. ഒരു കാര്യവും നമ്മൾ അന്ധമായിട്ട് സ്വീകരിക്കരുത്, നമ്മളുടെ ചിന്താശേഷിയും അതിലേക്ക് നൽകണം. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. ദെൻ ടീച്ചിങ് ഈസ് കണ്ടിന്യൂസ്. ഇതൊരു ഇൻഫോർമൽ രീതിയിലേക്കും കൂടി എടുക്കാം. ഓരോ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതം മുതൽ ജീവിതാവസാനം വരെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പലതും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിനെക്കുറിച്ചിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രശസ്തനായിട്ടുള്ള റോബർട്ട് ഇ ലീ. അദ്ദേഹം ഒരു മിലിറ്ററി ജനറൽ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്: എഡ്യൂക്കേഷൻ ഓഫ് മാൻ ഈസ് നെവർ കംപ്ലീറ്റഡ് അൺടിൽ ഹി ഡൈസ്. ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവൻ മരിക്കുന്നത് വരെയും അവസാനിക്കുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് റോബർട്ട് ഇ ലീ. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നതും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ദെൻ ടീച്ചിങ് ഈസ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാണ്. ഞാനൊരു അധ്യാപികയാണ്. ഞാനിപ്പോൾ PG സ്റ്റുഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ PG കഴിഞ്ഞ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. ഞാൻ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് സെറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ റിട്ടയർ ആവാനായിട്ടുള്ള ടീച്ചേഴ്സിന് പോലും സെറ്റ് എക്സാമിൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയും പഠിപ്പിക്കുമ്പോൾ അത് ഒരേപോലെയാണോ പഠിപ്പിക്കുന്നത്? അല്ല. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിക്കുമ്പോൾ ആ മക്കൾ പറ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ ഓമനിക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരുപാട് എക്സാമ്പിളൊന്നും പറയാണ്ട് നേരെ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മളുടെ ടീച്ചിങ് എബിലിറ്റി. അല്ലെങ്കിൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും പഠിപ്പിക്കുമ്പോൾ അവരവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് അവരവരുടെ IQവിനനുസരിച്ചിട്ട് പഠിപ്പിക്കണം. അപ്പോൾ ടീച്ചിങ് ഈസ് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഫ്ലെക്സിബിളാണ്. ഈ ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ മുൻപൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്: ഡൈനാമിക് അപ്രോച്ച് ടു ടീച്ചിങ് മീൻസ്. ഓപ്ഷൻസ്: ടീച്ചിങ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ ആൻഡ് എഫക്റ്റീവ്, teachers should be energetic and dynamic, the topics of teaching should not be static but dynamic, the students should be required to learn through activities. ടീച്ചിങ്ങിലെ ഡൈനാമിക് അപ്രോച്ച് എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ലോജിക്കലി നമ്മൾ ചിന്തിക്കണം. ലോജിക്കലി ചിന്തിച്ചിട്ട് വേണം ഏതൊരു കാര്യത്തിനും ആൻസർ ചെയ്യാൻ. അതേപോലെ തന്നെ ആ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരവും തെറ്റായിട്ടുള്ള ഉത്തരവും ഉണ്ടാവും. അതിൽ തെറ്റെന്ന് തോന്നുക അല്ലെങ്കിൽ ആ ചോദ്യമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആദ്യം തന്നെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് നോക്കാം. ടീച്ചിങ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ ആൻഡ് എഫക്റ്റീവ്. ടീച്ചിങ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ. നിർബന്ധിച്ച് ഒരു കാര്യം പഠിപ്പിക്കേണ്ടതാണോ ടീച്ചിങ്? ഒരിക്കലുമല്ല. അപ്പോൾ ടീച്ചിങ് ഷുഡ് ബി ഫോഴ്സ്ഫുൾ ആൻഡ് എഫക്റ്റീവ് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാം. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ, ടീച്ചേഴ്സ് ഷുഡ് ബി എനർജറ്റിക് ആൻഡ് ഡൈനാമിക്. ശരിയാണ്, ഏകദേശം ടീച്ചേഴ്സ് എനർജറ്റിക് ആയിരിക്കണം, ഡൈനാമിക്കും ആയിരിക്കണം. ഓക്കെ ആൻസർ. ഇനി സിയിലേക്ക് പോവാം. ദ ടോപ്പിക്സ് ഓഫ് ടീച്ചിങ് ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക്. ഈ ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് ടോപ്പിക്സ് ഓഫ് ടീച്ചിങ് ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള സിലബസ് ഫോളോ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ സിലബസ് അല്ലെങ്കിൽ ഒരു PG സ്റ്റുഡൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. ആ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ആ ഒരു അക്കാഡമിക് ഇയറിൽ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഡൈനാമിക് അല്ല.
ഒരു റെസ്ട്രിക്റ്റഡ് ആണ്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ എയും കറക്റ്റ് അല്ല, ഓപ്ഷൻ സിയും കറക്റ്റ് അല്ല. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ദ സ്റ്റുഡൻറ്റ് ഷുഡ് ബി റിക്വയർഡ് ടു ലേൺ ത്രൂ ആക്ടിവിറ്റീസ്. കുട്ടികൾ പലതരം ആക്ടിവിറ്റീസിലൂടെ പഠിക്കണം. ഇപ്പോൾ ലേണർ സെൻറ്റേർഡ് ആണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് ആണ് പഠന രീതിയിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഏറെക്കൂറെ ശരിയാണ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി, ടീച്ചർ ഷുഡ് ബി എനർജറ്റിക് ആൻഡ് ഡൈനാമിക് എന്നുള്ളതും ഓപ്ഷൻ ഡിയും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ അല്ലേ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി വിശകലനം ചെയ്യാം. ടീച്ചർ ഷുഡ് ബി എനർജറ്റിക് ആൻഡ് ഡൈനാമിക്. ഈ ഓപ്ഷനിൽ ടീച്ചർ ഡൈനാമിക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ചോദ്യം എന്താണ്? ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് അപ്രോച്ച് എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ പറയുന്നത് ടീച്ചർ ഡൈനാമിക് ആയിരിക്കണം. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ഇല്ല. ആ ഒരു ഓപ്ഷൻ ക്ലിയർ അല്ല. അതായത് ചോദ്യം എന്താണോ അത് തന്നെയാണ് ഉത്തരത്തിലും കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് എന്നാൽ എന്താണ് എന്നതിൽ ഒരു ആൻസർ പറഞ്ഞിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി, ദ സ്റ്റുഡൻറ്റ് ഷുഡ് ബി റിക്വയർഡ് ടു ലേൺ ത്രൂ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചിങ് എന്നുള്ളത് ഡൈനാമിക് പ്രോസസ്സാണ്, ഫ്ലെക്സിബിളാണ്. ഓരോ ഏജിനനുസരിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കണം, ഓരോ IQ അനുസരിച്ചിട്ട് പഠിപ്പിക്കണം, ഓരോ കുട്ടികൾക്കനുസരിച്ച് പഠിപ്പിക്കണം. അപ്പോൾ സ്റ്റുഡൻറ്റ് ഷുഡ് ബി റിക്വയർഡ് ടു ലേൺ ത്രൂ ആക്ടിവിറ്റീസ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ കയറിയോ, അയ്യോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മളെങ്ങനെ ആൻസർ പറയും എന്നുള്ളൊരു ടെൻഷൻ വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പേടിക്കേ വേണ്ട. നമ്മൾ ഈ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ടക്ക് എന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പഠിച്ചിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് ഈസ് സയൻസ്, ടീച്ചിങ് ഈസ് എൻ ആർട്ട്, ടീച്ചിങ് ഈസ് കണ്ടിന്യൂസ്, ടീച്ചിങ് ഈസ് കോഗ്നിറ്റീവ്, ദെൻ ടീച്ചിങ് ഈസ് ഡൈനാമിക്. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് പഠിച്ചു. ഇനി നമുക്കൊരു ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ചോദ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഈസ് എ പവർഫുൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് നൽകുന്നത് സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് നൽകുന്നത്? കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ദെൻ പേഴ്സണലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ദെൻ കൾച്ചറലായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പല തരത്തിലുള്ള കുട്ടികളുണ്ട്, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുണ്ട്, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെയും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത് എഡ്യൂക്കേഷൻ്റെ ഒരു ലക്ഷ്യമാണ്. സോ ഓൾ ഓഫ് ദ എബോവ്, ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നെറ്റ് ജനറൽ പേപ്പറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിങ്ങനെ ഈ 10 യൂണിറ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. യാതൊരു വിധത്തിലും അത് ഒരു കോംപ്ലക്സ് ലെവലിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുകയില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നെറ്റ് ജനറൽ പേപ്പറിൻ്റെ ഫസ്റ്റ് ബാച്ചാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നമ്മൾ സെറ്റ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് 100% റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ റിസൾട്ട് നെറ്റിൻ്റെ ഈ ഫസ്റ്റ് ബാച്ചിലും കൊണ്ടുവരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതെൻ്റെ ഒബ്ജക്റ്റീവാണ്. ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റിലേക്ക് ഞാൻ എത്തിക്കും എന്നുള്ളത് എൻ്റെ ഒരു ആശയമാണ്. സോ കൂടാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക.